ഇസ്രായേലിലെ ഏർലി വാർണിംഗ് സൈറൻ ഒക്കെ ഏതാണ്ട് അടിച്ചുപോയി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇസ്രായേലിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ പലയിടത്തും മിസൈൽസ് ഒക്കെ പതിച്ചിട്ടും ഈ സൈറൻ ഒന്നും മുഴങ്ങിയില്ല എന്നുള്ള വീഡിയോ അടക്കമുള്ള പ്രൂഫ് വെച്ചിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സമാധാനമായി മിസൈലിനെ പേടിച്ചിട്ട് ഇസ്രായേലികൾക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റാതെ അവരൊക്കെ ഇപ്പോൾ തെരുവിൽ വന്നിട്ട് പരിഭ്രാന്തരായിട്ട് നിൽക്കുന്ന വീഡിയോ വിഷ്വൽസും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഞാൻ പ്ലേ ചെയ്തു തരാം. അതുപോലെ ഇറാന്റെ IRGC സ്പോക്ക് പേഴ്സൺ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് US-നോടാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ഞങ്ങളിൽ നിന്നും ഒളിപ്പിക്കാൻ ശ്രമിച്ചോളൂ, പക്ഷെ നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്നും ഒന്നും ഒളിപ്പിക്കാൻ സാധിക്കില്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അടക്കമുള്ള പ്രൂഫ്, അതായത് US ഒളിപ്പിക്കാൻ വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുടെ വീഡിയോ അടക്കമുള്ള പ്രൂഫ് വെച്ചിട്ടുള്ള സംസാരത്തിന്റെ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതും ഈ വീഡിയോയുടെ ഒപ്പം ഞാൻ വെച്ചു തരാം. അതുപോലെ നമുക്കറിയാം ഇറാനിലെ ഒരു വലിയൊരു ബ്രിഡ്ജ് US ഇസ്രായേൽ അറ്റാക്കിലൂടെ പൊളിച്ചിട്ടുണ്ട്. അത് പൊളിച്ചപ്പോൾ 13ഓളം പേര് മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിന്റെ ആ ഒരു ഭീകരത എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? എനിക്ക് ഊഹിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ അവിടെ ഉണ്ടായിട്ടുള്ള ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആ ഒരു ഭീകരത പറയുന്ന ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതും ഞാൻ ഇതിന്റെ കൂടെ വെച്ചു തരാം. നമുക്ക് ആദ്യം ഇസ്രായേലിലെ അറ്റാക്ക് കാണാം, അതായത് സൈറൻ ഒന്നും അടിയാത്ത ഒരു അറ്റാക്ക്. ഈ അറ്റാക്ക് നടത്തിയിട്ടുള്ളത് ലെബനനാണ്, അതായത് ഇറാൻ അല്ല. സ്ഥലം എന്ന് പറയുന്നത് കിറിയത്ത് ഷെമോണ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ഒരു സിറ്റിക്ക് നേരെയാണ് ഈ ഒരു ആക്രമണം നടന്നിട്ടുള്ളത്. ഈ ആക്രമണം നടന്നപ്പോൾ അവിടെ ഒരു വാർണിംഗ് സിസ്റ്റവും അലേർട്ട് ചെയ്തിട്ടില്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഏതാണ്ട് ഒരു മാസത്തോളമായി എല്ലായിടത്തെയും സൈറൻ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ. ഒരുപക്ഷെ ഏതാണ്ട് അതൊക്കെ തീരുമാനമായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതായത് ഇപ്പം ഈ ഒരു സ്ഥലം മറ്റൊരു സിറ്റിയിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ട്, പക്ഷെ അത് അൺവെരിഫൈഡ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ കാര്യങ്ങളുടെ പോക്ക് ഇതുപോലെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഇസ്രായേലിന്റെ മറ്റു സ്ഥലങ്ങളിൽ ഈ ഒരു വാർണിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇസ്രായേലികൾ മാനത്തോട്ട് നോക്കി നിൽക്കേണ്ടി വരും. ഈ മിസൈൽസ് ഒക്കെ എപ്പോഴാ വരിക എന്നും നോക്കി നിൽക്കേണ്ടി വരും. ഇനി ഇസ്രായേലികൾ കൂട്ടമായി സ്ട്രീറ്റിൽ വന്നിട്ട് നിൽക്കുന്ന ഒരു ദൃശ്യം, അതായത് രാത്രിയാണ്, ഒന്ന് കണ്ടുനോക്കാം. കണ്ടില്ലേ, ഇറാന്റെ വക ഒരു ഹിറ്റ് അവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ആളുകളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഉറക്കമില്ലാത്ത രാത്രികൾ എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ പലയിടത്തും ഇസ്രായേലികളുടെ അവസ്ഥ. ഇതുപോലെയാണ്. അതായത് ചില ആളുകൾ ഓടുന്നു, എന്താ ചെയ്യണ്ടേ എന്ന് തിരിയുന്നില്ല, എവിടെ നിൽക്കണം, എവിടെ പോകണം എന്ന് മനസ്സിലാവാത്ത ഒരു സ്ഥിതിയിലാണ് പല ഇസ്രായേലിലുള്ള ആളുകളും ഇപ്പോൾ ഉള്ളത്. കുറെ പേര് പലായനം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും വെരിഫൈഡ് ആയിട്ട് നമുക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ, അതായത് വെരിഫൈഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നും ഈ വിവരങ്ങൾ കിട്ടാത്തത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. എന്ന് വിചാരിച്ചിട്ട് ഇറാനിൽ സമാധാനമായിട്ട് ഉറങ്ങുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ഇറാനിലും ഇതുപോലെ തന്നെയാണ് അവസ്ഥ. എപ്പോഴാണ് മിസൈൽ വന്ന് വീഴുക എന്നൊക്കെ വിചാരിച്ചു തന്നെയാണ് ഇവരൊക്കെ നിൽക്കുന്നത്. അവർ മാത്രമല്ല, ഗൾഫ് കൺട്രീസിലുള്ള ഏകദേശം എല്ലാവരും ഇതേപോലെ തന്നെയാണ് നിൽക്കുന്നത്. എപ്പോഴാണ് മിസൈൽ വന്ന് വീഴുക എന്നൊക്കെ ചിന്തിച്ചിട്ട് തന്നെയാണ് അവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതിന്റെ ഇടയിൽ നമ്മുടെ ട്രംപ് അണ്ണൻ ഒരു 2 ദിവസത്തെ, അതായത് 48 hours സീസ് ഫയർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഈ ഒരു പ്ലെയിനൊക്കെ എയർക്രാഫ്റ്റ് ഒക്കെ 4 എയർക്രാഫ്റ്റ് ഒക്കെ US-നെ അടിച്ച് തകർത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുമ്പിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ അതിനുശേഷം 48 മണിക്കൂറിന്റെ ഒരു സീസ് ഫയർ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച 5 ദിവസത്തെ സീസ് ഫയർ ആയിരുന്നു ഇട്ടത്.
എന്നാൽ ഇറാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സീസ് ഫയർ നിങ്ങൾ പ്രഖ്യാപിച്ച പക്ഷേ നമ്മൾ സീസ് ഫയർ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം സീസ് ഫയർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല. ഇറാന് വേണ്ടത് സൊല്യൂഷനാണ്. അതായത് കംപ്ലീറ്റ്ലി ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നൊരു കാര്യമാണ്. ഇവിടെ ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സീസ് ഫയറിന് വേണ്ടിയിട്ടാണ്. അതായത് സീസ് ഫയറിനെ കൊണ്ട് ഉപകാരം എന്താണ്? സീസ് ഫയറിനെ കൊണ്ടുള്ള ഉപകാരം എന്ന് പറയുന്നത് അവിടെ താൽക്കാലികമായിട്ട് അവിടുത്തെ യുദ്ധം അവസാനിക്കും, താൽക്കാലികമായിട്ട്. പിന്നീട് 48 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ ഉള്ളിൽ US എന്ത് ചെയ്യാം, ഒരു സ്ട്രാറ്റജി ഒക്കെ വേണമെങ്കിൽ ഒന്ന് പ്ലാൻ ചെയ്യാം, സ്ട്രാറ്റജി സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ കൂടുതൽ ഫോഴ്സിനൊക്കെ കാര്യം അങ്ങനെയുള്ള കുറെ പ്ലാനിങ് ഒക്കെ US ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ അതായിരിക്കും ചിന്തിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ സീസ് ഫയറിന് വേണ്ടിയിട്ട് ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. കഴിഞ്ഞ ആഴ്ച 5 ദിവസത്തെ സീസ് ഫയർ ആയിരുന്നു, ഇപ്പോൾ അത് 2 ദിവസത്തെ സീസ് ഫയർ ആയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ പോകുന്നുണ്ട്. ഇറാൻ അത് സമ്മതിച്ചിട്ടില്ല. ഇനി നമുക്ക് IRGC സ്പോക്ക് പേഴ്സന്റെ ഒരു വീഡിയോ കാണാം. വീഡിയോ എന്ന് പറയുന്നത് US-നെയും ഇസ്രായേലിനെയും ത്രെട്ട് ചെയ്യുന്നതാണ്, ചലഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. കണ്ടുനോക്കാം. در صورت عملی شدن تهدیدات آمریکا در خصوص نیروگاه‌های ایران بلافاصله اقدامات تنبیهی انجام خواهد شد. همه نیروگاه‌های برق، زیرساخت‌های انرژی و فناوری اطلاعات رژیم صهیونیستی و شرکت‌های مشابه در منطقه که سهامدار آمریکایی دارند به طور کامل تخریب خواهند شد. ما برای دفاع از کشور و منافع ملت خود دست به هر کاری خواهیم زد. വീഡിയോ കണ്ടില്ലേ? വീഡിയോ എന്ന് പറയുന്നത് അസൽ ത്രെട്ടാണ്. ഒന്നുമില്ല, ഓൾ പവർ പ്ലാന്റ്, ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ഇസ്രായേലിന്റെ അതേ സാധനങ്ങൾ US-ന് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഇതൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്യുമെന്നാണ് IRGC സ്പോക്ക് പേഴ്സൺ പറഞ്ഞത്. അതുപോലെ ഞങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഒന്നും ഒളിപ്പിക്കാൻ സാധിക്കില്ല എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ആ വീഡിയോ വെച്ചിട്ടുള്ളത്. ആ വീഡിയോ എന്ന് പറയുന്നത് അബുദാബിയിലുള്ള UAE-ലുള്ള അബുദാബിയിലുള്ള ഒരു ഡാറ്റാ സെന്റർ ആണ്. സ്റ്റാർ ഗേറ്റ് ഡാറ്റാ സെന്ററിന്റെ വിഷ്വൽസ് ആണ് അവിടെ വെച്ചിട്ടുള്ളത്. അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് $30,000 കോടി വരുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. US-ന്റെ പ്രൊജക്റ്റ് ആണ്, US-ന്റെ ഡ്രീം പ്രൊജക്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. അതിൽ പാർട്ണർഷിപ്പ് ഏകദേശം 60-70% US തന്നെയാണ്. അപ്പോളോ, അതുപോലെ അതുപോലത്തെ മൈക്രോസോഫ്റ്റ്, അങ്ങനെയുള്ള ഒരു കമ്പനിയുടെ പ്രൊജക്റ്റ് ആണ് ഈ കാണുന്നത്. ഈ കാര്യം ഗൂഗിൾ മാപ്പിൽ പോലും കാണുന്നില്ല, അത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത് എന്നാണ് IRGC സ്പോക്ക് പേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ച് എനിക്ക് നേർക്കറിയില്ല, എന്നാൽ അവർ പറയുന്നത് അങ്ങനെയാണ്. എന്നിരുന്നാലും നിങ്ങൾ അങ്ങനെ ഒളിപ്പിച്ചു വെച്ചാലും ഇതിന്റെ ലൊക്കേഷൻ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ വീഡിയോ വിഷ്വലാണ് നമ്മളിപ്പോൾ കണ്ട് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നും ഞങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യാൻ പറ്റില്ല, എല്ലാ ടാർഗറ്റും നമുക്ക് അറിയാം എന്ന രീതിയിലുള്ള അതായത് ഒരു ഓപ്പൺ ത്രെട്ടാണ് ഇവിടെ US-ന് നേരെ വെച്ചിട്ടുള്ളത്. US-ന് നേരെ മാത്രമല്ല, ഇസ്രായേലിന് നേരെയും ഒരു ഓപ്പൺ ത്രെട്ട്. അതായത് നമ്മളെ ഫെസിലിറ്റീസ് അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ തിരിച്ചടിക്കും എന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇറാനിലെ ആ ബ്രിഡ്ജ് കൊള്ളപ്പോൾ ഉള്ള സംഭവത്തെ കുറിച്ച് പറയുന്ന കാര്യം ഒന്ന് കേൾക്കാം. ساق پام شکست وقتی اون انفجار دوم و سوم بود. اون دختری که بغل کرده بودم داشتم میرفتم اون ور خیابون، نمیدونم سنگ بود، چون خیلی سنگ ریخت از توی کوه، خیلی سنگ ریخت، این بارون میریخت رو سر مردم. نمیدونم سنگ بود رد شد از تو پام، دیگه نفهمیدم. همونجوری نمیدونم ترکش مال خود موشکی بود که زد. خدا یه دختر جوون با یه دونه پسر جوون جلوم بود. اگه اون دختر نبودش من این یه تیکه کلن کتفمو از دست میدادم با ترکش. خورد به اون بنده خدا تمام مغزش کلن متلاشی شد.
നമ്മൾ ഇതിന്റെ വിഷ്വൽസ് ഒക്കെ സോഷ്യൽ മീഡിയയിലും മറ്റ് ന്യൂസിലും ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. പൊളിയുന്നത് മാത്രമല്ല, ഇതേ കാര്യം വെച്ചിട്ട് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു കാര്യത്തെ പ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള സ്ട്രൈക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ അങ്ങ് പ്രൈസ് ചെയ്തിട്ട് വേറെ ലെവലിലേക്ക് എത്തിച്ച ഒരു സ്ട്രൈക്ക് ആയിരുന്നത് ആ ബ്രിഡ്ജ് പൊളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ബ്രിഡ്ജ് പൊളിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു വ്യക്തി പറയുന്നത് കണ്ടില്ലേ, എന്താണ് വന്ന് വീണയെന്നറിയില്ല, വലിയ വലിയ റോക്ക്, അതായത് പാറക്കല്ലാണോ വീണ എന്താണെന്ന് മനസ്സിലായിട്ടില്ല, എന്തൊക്കെ വീണ് കാലിന് പൊട്ടി കാല് ഇതായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, ഫ്രാക്ചർ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മറ്റൊരാൾ പറഞ്ഞിട്ടുള്ളത് എന്റെ മുന്നിലുണ്ടായിരുന്ന ആള് അവരുടെ തല ചിന്ന ഭിന്നമായി പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത്. മറ്റൊരാൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഗേൾ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്റെ മുഴുവൻ ഷോൾഡർ അങ്ങ് പോവും എന്നാണ് പറഞ്ഞത്. ഇത് ഒന്ന് രണ്ട് പേരുടെ മാത്രം കാര്യങ്ങളാണ്. എത്ര പേർക്ക് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട്. ഇവർക്കൊക്കെ ഓരോ കഥകൾ ഇതേപോലെ പറയാനുണ്ടാവും. അപ്പോൾ അത്രയും ഇതായിട്ടുള്ള ഒരു അവസ്ഥ അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചു. ഈ ഒരു കാര്യത്തെയാണ് പ്രൈസ് ചെയ്തിട്ട്, അതായത് US വലിയൊരു സ്ട്രൈക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു കാര്യത്തെ വിശേഷിപ്പിക്കുകയും ഇത് ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇസ്രായേൽ US മറ്റൊരു ക്രൂരത ഒന്ന് കണ്ടുനോക്കും. ഇറാനിയൻ റെഡ് ക്രസന്റ് ഈ റിലീഫ് വെയർഹൗസ് ഉണ്ട്, അതിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിന്റെ വിഷ്വൽസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത് റിലീഫ് വെയർഹൗസ് ആണ്. അതിന് നേരെയൊക്കെ എങ്ങനെയാണ് ഇവർക്ക് എന്ത് പറയാനാണല്ലേ, ഇതിനേക്കാളും ആ സ്കൂളിലൊക്കെ ഹിറ്റ് ചെയ്യുമ്പോൾ ഇതിനേക്കാളും വലിയ പ്രശ്നമാണ്. അത് ചെയ്തവരാണ് ഈ ഇസ്രായേൽ US ടീംസ്. പിന്നെ അവർക്ക് ഇതൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സോറി, ഞാനത് ചിന്തിച്ചില്ലായിരുന്നു. ശരിയാണ്, അവർക്ക് ഇതൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ നടന്നിട്ടും ഇസ്രായേലും US പറയുന്നത് വാർ ക്രൈം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറാനാണ് എന്നാണ്. ഇവർ ചെയ്ത വാർ ക്രൈംസ് ഒന്നും വാർ ക്രൈംസ് അല്ല. ഇവരാകെ ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാണ്, എന്തിനെയാണ്? ന്യൂക്ലിയർ ഫെസിലിറ്റിയും അതുപോലെ മറ്റു ഇതുപോലുള്ള ഒഫീഷ്യൽ കാര്യത്തിൽ മാത്രം, അതായത് ഫെസിലിറ്റീസിന് മാത്രമാണ് അറ്റാക്ക് ചെയ്യുന്നത് എന്നാണ് ഇസ്രായേലും US പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പാവപ്പെട്ട ഒരുപാട് സിവിലിയൻസിന് നേരെ ഇവന്മാർ ആക്രമണം നടത്തുന്നുണ്ട്. അതൊന്നും പുറത്തു വരുന്നില്ല.